നിങ്ങള് കേട്ടീനോ ജാനിടത്തിയേ തെക്കേലെ ചന്ദ്രി പാടിക്കാൻ പോണ് താടിക്ക് കയ്യൂ നീ ജാനിടത്തി ഓള് പാടിച്ചെന്ന് ഡോക്ടറാകോ ഓള് പാടിച്ച് കാലട്ടറാകോ ഓളെ താലേക്കും വീരാന്ത് വന്നു. ജീവിത പ്രയാസങ്ങളാൽ പ്രീ ഡിഗ്രിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതാണ് പത്മിനിയുടെ പഠനം. കുടുംബവും ഖാദിയിലെ തൊഴിലുമായി ജീവിതം മുന്നോട്ടു പോകുമ്പോഴും പൂർത്തിയാവാതെ പോയ പഠനമോഹം മനസ്സിൽ വാടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തൻ്റെ 53-ാം വയസ്സിൽ കുടുംബശ്രീയുടെയും സാക്ഷരതാ മിഷന്റെയും സഹായത്തോടെ പത്മിനി തൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുകയാണ്. കുടുംബശ്രീ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്ത്രീ ശാക്തീകരണം, സാമ്പത്തിക ഇതെന്നൊക്കെ പറയുമ്പോൾ അതിലെൻ്റെ ഒരു പേരും കൂടി എഴുതി ചേർക്കാൻ പറ്റുന്നതാണ്. എനിക്കൊരു മനോധൈര്യം വന്നത് കുടുംബശ്രീൻ്റെ ഒരു അനുഭവങ്ങളിലൂടെ തന്നെയാണ്. ഇപ്പം ഞാൻ MA പൊളിറ്റിക്കൽ സയൻസ് ലാസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻറ്റ്, പഠിതാവ് എന്ന് പറയാം, സ്റ്റുഡൻറ്റ്. 2016-18 +2 ബാച്ചിലാണ് ഞാൻ ചേരുന്നത്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പോകുമ്പം ക്ലാസ് ലീഡർ ആവുക, വീണ്ടും സ്റ്റാഫ് റൂമിൽ പോയി ചോക്ക് എടുത്തിട്ട് വരിക, ബോർഡ് മയക്കുക, അതൊക്കെ ഈ പ്രായത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. പിന്നെ നമ്മൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോ അധ്യായവും കഴിയുമ്പോൾ ഹിസ്റ്ററിയും പൊളിറ്റിക്സും ഇംഗ്ലീഷും ഒക്കെ പരീക്ഷ നടത്തുകയാണ്. അപ്പോൾ അതിനൊക്കെ ഫുൾ മാർക്ക് കിട്ടുമ്പോൾ അതിവിടെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അമ്മേൻ്റെ പരീക്ഷ പേപ്പർ മക്കൾ നോക്കിയിട്ട് സന്തോഷിക്കുന്ന ഒരു സന്തോഷമല്ലേ, അതൊക്കെ വളരെ വലുതാണ്. സ്വപ്നം കണ്ട പഠനയാത്രയിൽ പിന്താങ്ങാൻ എന്ന പോലെ പിന്തിരിപ്പിക്കാനും വഴിനീളെ ആളുകളുണ്ടായിരുന്നു. എവിടെയുണ്ടാവും കളിയാക്കുന്നവരും നമ്മളെ പിന്തിരിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുക. എനക്കിനി ജോലി കിട്ടുമെന്ന് എന്നോട് ചോദിക്കുക, ഇനി പഠിച്ചിട്ട് ഇനി കളക്ടറാകുക. അപ്പം ഞാൻ അന്ന് എന്നെ തിരിഞ്ഞു നോക്കിയ ആൾക്കാരില്ലായിനോ, അപ്പം ഞാൻ അതിനെ പറ്റി ഒരു പാട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങള് കേട്ടീനോ ജാനിടത്തിയേ തെക്കേലെ ചന്ദ്രി പാടിക്കാൻ പോണ് താടിക്ക് കയ്യൂ നീ ജാനിടത്തി ഓള് പാടിച്ചെന്ന് ഡോക്ടറാകോ ഓള് പാടിച്ച് കാലട്ടറാകോ ഓളെ താലേക്കും വീരാന്ത് വന്നു. അത് ഒരാളെ കുറ്റമല്ല, പൊതുവെ നമ്മളെ സമൂഹം അങ്ങനെയാണ്. ഖാദിയിലെ തൊഴിലും കുടുംബത്തിലെ ചുമതലകളും പൂർത്തിയാക്കി സമയം മിച്ചം പിടിച്ചാണ് പഠനം. ഇതിനിടയിൽ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലും സജീവം. ഞങ്ങളെപ്പോലുള്ള ഒരാൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടായിരിക്കും. ഒരു കുട്ടി പഠിക്കാൻ പോകുമ്പോഴല്ലോ നമ്മൾ വീട്ടിലെ കാര്യം നോക്കണം, പിന്നെ നാട്ടിലെ കാര്യം നോക്കണം, ജോലിക്കാര്യം നോക്കണം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് പോകുമ്പം പൂർണ്ണമായിട്ടും ഈ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ അന്ന് പഠിച്ചിട്ട് 1200-ൽ 102 മാർക്കും വാങ്ങി +2 ജയിച്ചിട്ടുണ്ട്. ഉയരങ്ങൾ താണ്ടിയുള്ള യാത്രയിൽ ആഗ്രഹം അധ്യാപക ജോലിയാണെങ്കിലും ബിരുദങ്ങൾക്കൊപ്പം അഭിഭാഷക ബിരുദം കൂടി കൈവരിക്കാനാണ് തീരുമാനം. ഹിസ്റ്ററിയിൽ PG എടുക്കണമെന്നുണ്ട്, സോഷ്യോളജി PG എടുക്കണമെന്നുണ്ട്, അങ്ങനെ തോന്നലുണ്ട്. പക്ഷേ LLBൻ്റെ മനസ്സിലുണ്ട്. ഞാനിപ്പോൾ UGC നെറ്റ് എക്സാമിന് അപേക്ഷ കൊടുത്തിരിക്കുന്ന ഒരാളും കൂടിയാണ്. ജൂൺ 16-ന് UGC നെറ്റ് എക്സാം വരുന്നുണ്ട്. അത് ഞാനങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ഒന്ന് നോക്കുക, ഒരു ട്രയൽ നോക്കുക, അതും എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. സാക്ഷരതാ മിഷന്റെയും കുടുംബശ്രീയുടെയും പിന്തുണയോടെ തൻ്റെ സ്വപ്നങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കുമുള്ള യാത്രയിലാണ് പത്മിനി ചേച്ചി. ET നിമിരാജിനോടൊപ്പം റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.